ഒരു ചെറിയ പട്ടണത്തിൽ ശാന്തമായ ഒരു ഉച്ചനേരം മെല്ലെ കടന്നുപോയി. തെരുവുകളിൽ കുട്ടികൾ കളിച്ചു, വീടുകളുടെ ബാൽക്കണികളിൽ നിന്ന് ആളുകളുടെ സംസാരവും ചിരിയും മുഴങ്ങി, സൈക്കിളുകളുടെ മണിനാദം വഴിയോരങ്ങളിൽ അലയടിച്ചു. എല്ലാം പതിവുപോലെ ഒരു സാധാരണ ദിനത്തിന്റെ താളത്തിൽ മുന്നോട്ടുപോയി. പട്ടണത്തിന്റെ ഈ ശാന്തമായ ലയത്തിൽ എല്ലാവരും അവരവരുടെ ലോകത്തായിരുന്നു. പക്ഷേ ഈ നിശ്ചലതയെ തകർക്കാൻ ഒരു ദൂരെയുള്ള ശബ്ദം ഉയർന്നു. ഒരു ആംബുലൻസിന്റെ സൈറൺ, അതിന്റെ തീക്ഷ്ണമായ നിലവിളി വായുവിൽ മുഴങ്ങി, ഒരു അടിയന്തര സന്ദേശം പോലെ. പട്ടണവാസികൾ ഒരു നിമിഷം നിന്നു. എന്തോ ഗുരുതരമായ കാര്യം നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആംബുലൻസ് ചുവന്ന നീല വെളിച്ചങ്ങൾ മിന്നിമറഞ്ഞ് ഇടുങ്ങിയ തെരുവുകളിലൂടെ വേഗത്തിൽ കുതിച്ചു. അതിനുള്ളിൽ പാരാമെഡിക്കുകൾ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ മുഴുകിയിരുന്നു. പിൻസീറ്റിൽ ഒരു മനുഷ്യൻ സമയത്തോട് പോരാടുകയായിരുന്നു. ഓരോ സെക്കൻഡും ഒരു യുഗം പോലെ തോന്നി. ആംബുലൻസ് വളവുകൾ തിരിഞ്ഞ് ഇടവഴികളിലൂടെ കയറിയിറങ്ങി ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്താൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു. പട്ടണത്തിന്റെ പ്രധാന വീഥിയിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ ആംബുലൻസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിന്നു. വഴിയുടെ നടുവിൽ ഒരു വലിയ നായ നിന്നിരുന്നു. അവന്റെ രോമങ്ങൾ കുഴഞ്ഞ കണ്ണുകൾ ആംബുലൻസിനെ ഉറ്റുനോക്കുന്നു, ഒരു വെല്ലുവിളി പോലെ. ഡ്രൈവർ ഹോൺ മുഴക്കി, പക്ഷേ നായ അനങ്ങിയില്ല. പാരാമെഡിക്കുകൾ ശബ്ദമുയർത്തി അവനെ മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ അവൻ അവിടെ ഉറച്ചുനിന്നു, ഒരു ദൗത്യത്തിൽ ഉറച്ചവനെപ്പോലെ. നിമിഷങ്ങൾക്കകം ആളുകൾ കൂടി. ചിലർ വിസിലടിച്ചു, ചിലർ ഭക്ഷണം വാഗ്ദാനം ചെയ്തു, പക്ഷേ ഒന്നും ഫലിച്ചില്ല. നായ് ഒരു രഹസ്യം മനസ്സിൽ വഹിക്കുന്നവനെപ്പോലെ അനങ്ങാതെ നിന്നു. സമയം മന്ദഗതിയിലായി. ആംബുലൻസിനുള്ളിലെ രോഗിയുടെ ജീവൻ തുലാസിൽ തൂങ്ങി. എന്തിനാണ് ഈ നായ ഇവിടെ? എന്തിനാണ് അവൻ വഴി മാറാത്തത്? ആരും മനസ്സിലാക്കാത്ത ഒരു ദുരൂഹത ആളുകളെ ചുറ്റിവരിഞ്ഞു. ആരോ ഒരു ആശയം മുന്നോട്ടുവച്ചു. ഡോക്ടർ എമിലിയെ വിളിക്കൂ. പട്ടണത്തിലെ യുവ വെറ്ററിനറി ഡോക്ടർ, മൃഗങ്ങളോടുള്ള സ്നേഹവും അവയെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും കൊണ്ട് പ്രശസ്തയായവൾ. എമിലി വേഗം എത്തി. വെളുത്ത കോട്ടിൽ, ശാന്തവും ആത്മവിശ്വാസവും നിറഞ്ഞ മുഖത്തോടെ അവൾ നായയെ സൂക്ഷ്മമായി നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു അസാധാരണ തീവ്രത ഉണ്ടായിരുന്നു, ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുന്നവനെപ്പോലെ. അവൻ യാദൃച്ഛികമായല്ല അവിടെ നിന്നത്, അത് എമിലിക്ക് വ്യക്തമായി. എമിലി മെല്ലെ അവന്റെ അടുത്തേക്ക് നടന്നു, മൃദുവായി സംസാരിച്ചു, അവന്റെ ഉയരത്തിലേക്ക് മുട്ടുകുത്തിയിരുന്നു. നായ് മുരണ്ടില്ല, പിന്മാറിയില്ല, പകരം തലചെരിച്ച് അവളുടെ ദയെ അംഗീകരിക്കുന്നവനെപ്പോലെ നിന്നു. അവന്റെ കണ്ണുകളിൽ അടിയന്തരതയും ബുദ്ധിയും നിറഞ്ഞിരുന്നു. എമിലി കൈ നീട്ടി അവനെ തന്റെ സാന്നിധ്യം അറിയിച്ചു. നായ് അവളുടെ കൈ മണത്തു, പതിയെ വാൽ ആറ്റി വിശ്വാസം കാണിച്ചു. നീ ഇവിടെ വെറുതെ അല്ല, അല്ലേ? എമിലി മനസ്സിൽ ചിന്തിച്ചു. അവന്റെ പെരുമാറ്റത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എമിലി ഉറക്കെ പറഞ്ഞു, ഇവൻ എന്തോ കാണിക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ചു സമയം തരൂ. അവളുടെ ശാന്തമായ സമീപനം ഫലിച്ചു. അതുവരെ അനങ്ങാതെ നിന്ന നായ് മെല്ലെ വഴിയിൽ നിന്ന് മാറി എമിലിയെ പിന്തുടർന്ന് നടപ്പാതയിലേക്ക് നീങ്ങി. ആംബുലൻസ് മുന്നോട്ട് കുതിച്ചു. ആളുകൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. പക്ഷേ എമിലിക്ക് ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു. നായ് അവളുടെ അടുത്ത് ഇരുന്നു, തെരുവിനെ ഉറ്റുനോക്കി, ഒരു കാവൽക്കാരനെപ്പോലെ. അവന്റെ കുഴഞ്ഞ രോമങ്ങളും ക്ഷീണിച്ച രൂപവും ഒരു കഥ പറഞ്ഞു, പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു ബുദ്ധിയും ദൃഢനിശ്ചയവും ഉണ്ടായിരുന്നു. നീ ആരാണ് ശരിക്കും? എമിലി മന്ത്രിച്ചു. അവനെ മെല്ലെ തലോടി. അവൻ നന്ദിയോടെ നോക്കി, പക്ഷേ ഒരു അസ്വസ്ഥത അവനിൽ അവശേഷിച്ചു, എന്തോ പറയാൻ ബാക്കിയുണ്ടെന്ന് സൂചിപ്പിക്കുന്നവനെപ്പോലെ. നായയെ വെറുതെ വിടാൻ എമിലിക്ക് കഴിഞ്ഞില്ല. അവനെ വെറ്ററിനറി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി പരിശോധന തുടങ്ങി. അവൻ ക്ഷീണിച്ചിരുന്നു, പക്ഷേ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടവനല്ല. അവന്റെ പല്ലുകൾ വൃത്തിയായിരുന്നു, കാലുകൾ ദീർഘദൂരം നടന്നതിന്റെ അടയാളങ്ങൾ കാണിച്ചു. അവൻ ലളിതമായ കമാൻഡുകൾ അനുസരിച്ചു, ആവശ്യമില്ലാതെ ഇരുന്നു, ഒരു പരിശീലനം ലഭിച്ചവന്റെ അച്ചടക്കം കാണിച്ചു. എമിലിക്ക് ഉറപ്പായി, ഈ നായ ഒരു ഉടമസ്ഥന്റേതാണ്. അവന്റെ പെരുമാറ്റത്തിന് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. പിറ്റേന്ന് രാവിലെ എമിലി നായുമായി ക്ലിനിക്കിന് ചുറ്റുമുള്ള തെരുവുകളിൽ നടന്നു. അവൻ യാദൃച്ഛികമായി നടന്നില്ല, ഓരോ ചുവടും ഒരു ലക്ഷ്യത്തോടെയായിരുന്നു. പെട്ടെന്ന് ഒരു ഇടവഴിയുടെ മുന്നിൽ അവൻ നിന്നു, അവസാനത്തെ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി, എമിലിയെ പിന്തുടരാൻ ആവശ്യപ്പെടുന്നവനെപ്പോലെ. ശരി, നിന്നെ വിശ്വസിക്കാം, എമിലി പറഞ്ഞു. അവനെ പിന്തുടർന്നു. നായ് ദൃഢനിശ്ചയത്തോടെ നടന്നു, ഇടയ്ക്ക് നിന്ന് മണം പിടിച്ചു, എന്തോ തിരയുന്നവനെപ്പോലെ. ഒരു വേലിയിൽ തുണിയുടെ ഒരു കഷ്ണം കുടുങ്ങിയിരിക്കുന്നത് എമിലി കണ്ടെത്തി, ഒരു ജാക്കറ്റിന്റെ ഭാഗം, കരിപുരണ്ട അടയാളങ്ങളോടെ. നായ് വാൽ ആറ്റി, അത് പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിച്ചു. അവർ മുന്നോട്ട് നീങ്ങി, ഓരോ സ്ഥലവും ഒരു വലിയ കഥയുടെ ഭാഗമാണെന്ന് എമിലിക്ക് തോന്നി. നായ് എമിലിയെ പഴയ വെയർഹൗസുകളിലേക്കും ഒരു പാർക്കിലെ കത്തിച്ചിട്ടുള്ള തീയുടെ അവശിഷ്ടങ്ങളിലേക്കും ഉപേക്ഷിക്കപ്പെട്ട ഒരു വീട്ടിലേക്കും കൊണ്ടുപോയി.
ഓരോ സ്ഥലത്തും തീപിടുത്തത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു: കരിപുരണ്ട മതിലുകൾ, രാസവസ്തുക്കളുടെ മണം, കത്തിക്കരിഞ്ഞ തുണിക്കഷണങ്ങൾ. എമിലി കുറിപ്പുകൾ എടുത്തു, ഒരു പാറ്റേൺ തിരിച്ചറിഞ്ഞു. ഈ നായ് യാദൃച്ഛികമായല്ല ഇവിടങ്ങളിലേക്ക് പോകുന്നത്, അവൻ ഒരു പാത പിന്തുടരുകയാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എമിലി നായെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. പട്ടണത്തിലെ ഒരു ഫെയർ ഫൈറ്റർ ഒരു സൂചന നൽകി: ഈ നായ് മൈക്കിളിന്റെ ബഡ്ഡിയായിരിക്കാം. മൈക്കിൾ, ഒരു ബഹുമാന്യനായ ഫെയർ ഫൈറ്റർ, ആളുകളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയവൻ, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ദുരൂഹമായി അപ്രത്യക്ഷനായിരുന്നു. ബഡ്ഡി മൈക്കിളിന്റെ വിശ്വസ്തനായ കൂട്ടുകാരനായിരുന്നു, തീപിടുത്തങ്ങളിൽ രാസവസ്തുക്കൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ചവൻ. മൈക്കിൾ അപ്രത്യക്ഷനായപ്പോൾ ബഡ്ഡിയെയും ആരും കണ്ടിരുന്നില്ല. എമിലിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ബഡ്ഡി മൈക്കിളിന്റെ പാത പിന്തുടരുകയാണ്, പട്ടണത്തിലെ തീപിടുത്തങ്ങൾ അന്വേഷിച്ചിരുന്ന മൈക്കിളിന്റെ പാത. ബഡ്ഡി എമിലിയെ കൊണ്ടുപോയ ഓരോ സ്ഥലവും മൈക്കിൾ അന്വേഷിച്ചിരുന്ന തീപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഒരു പഴയ വെയർഹൗസിൽ എമിലി മൈക്കിളിന്റെ എഫ്.എസ്. എന്ന മുദ്രയുള്ള ഒരു ഫെയർമാന്റെ തൊപ്പി കണ്ടെത്തി. ബഡ്ഡി അവന്റെ വാൽ മെല്ലെ ആട്ടി, അവർ ശരിയായ പാതയിലാണെന്ന് സൂചിപ്പിച്ചു. ഒരു ദിവസം ബഡ്ഡി എമിലിയെ പട്ടണത്തിന്റെ പുറത്തുള്ള ഒരു വലിയ ഉപേക്ഷിക്കപ്പെട്ട വെയർഹൗസിലേക്ക് കൊണ്ടുപോയി. മോസ് പിടിച്ച മതിലുകളും തുരുമ്പിച്ച ലോഹവാതിലും ഒരു ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. ബഡ്ഡി ഒരു നിമിഷം പോലും സംശയിക്കാതെ വാതിൽ കടന്ന് അകത്തേക്ക് നടന്നു. എമിലി ഫ്ലാഷ് ലൈറ്റ് കയ്യിൽ പിടിച്ച് അവനെ പിന്തുടർന്നു. വെയർഹൗസിനുള്ളിൽ നനവും കത്തിയ മരത്തിന്റെ മണവും കലർന്ന ഒരു ഗന്ധം നിറഞ്ഞിരുന്നു. ബഡ്ഡി മണം പിടിച്ച് വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ഒരു മൂലയിൽ നിന്ന് ഒരു മങ്ങിയ ശബ്ദം കേട്ടു, ഒരു മനുഷ്യന്റെ ഞരക്കം, ദുർബലവും ദൂരെയുള്ളതും. എമിലിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ബഡ്ഡി ഒരു ബർക്ക് മുഴക്കി ശബ്ദത്തിന്റെ ദിശയിലേക്ക് ഓടി. വെയർഹൗസിന്റെ ഒരു മൂലയിൽ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ എമിലി മൈക്കിളിനെ കണ്ടെത്തി. അവൻ നിലത്ത് കിടന്നു, ദുർബലനും മുറിവേറ്റവനുമായിരുന്നു, പക്ഷേ ജീവനോടെ. ബഡ്ഡി അവന്റെ അടുത്തേക്ക് ഓടി, മുഖം നക്കി, ആനന്ദത്തോടെ വാൽ ആട്ടി. മൈക്കിൾ ബുദ്ധിമുട്ടോടെ കണ്ണുകൾ തുറന്നു, ഒരു പുഞ്ചിരി മുഖത്ത് വിരിഞ്ഞു. എമിലി വേഗം എമർജൻസി സർവീസിനെ വിളിച്ചു, മൈക്കിളിന്റെ അവസ്ഥ പരിശോധിച്ചു. ആംബുലൻസ് എത്തുന്നതിനിടയിൽ മൈക്കിൾ ദുർബലമായ ശബ്ദത്തിൽ തന്റെ കഥ പറഞ്ഞു. പട്ടണത്തിലെ തീപിടുത്തങ്ങൾ അന്വേഷിക്കവേ അവൻ ഒരു വലിയ ഗൂഢാലോചന കണ്ടെത്തിയിരുന്നു. ആരോ ബോധപൂർവം തീ വയ്ക്കുകയായിരുന്നു, ഒരു പ്രത്യേക രാസവസ്തു ഉപയോഗിച്ച്. വെയർഹൗസിൽ അവൻ നിർണായക തെളിവുകൾ കണ്ടെത്തി, പക്ഷേ ആക്രമിക്കപ്പെട്ടു, മരിച്ചതായി കരുതി അവിടെ ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ ബഡ്ഡി തന്റെ ഉടമസ്ഥനെ ഉപേക്ഷിച്ചില്ല. അവൻ മൈക്കിളിനെ കണ്ടെത്താൻ എമിലിയെ നയിച്ചു. ആംബുലൻസ് എത്തി മൈക്കിളിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബഡ്ഡി ഒരു നിമിഷം പോലും അവനെ വിട്ടുമാറാതെ അടുത്തു നടന്നു. മൈക്കിൾ ആശുപത്രിയിൽ വീണ്ടെടുപ്പിന്റെ പാതയിലായിരുന്നപ്പോൾ എമിലി ഒരു ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. ആംബുലൻസിനെ തടഞ്ഞപ്പോൾ ബഡ്ഡി ഒരു പ്രത്യേക മണം തിരിച്ചറിഞ്ഞിരുന്നു, തീപിടുത്തത്തിന് ഉപയോഗിച്ച രാസവസ്തുവിന്റെ മണം. ആംബുലൻസിലെ രോഗി ഒരു അപകടത്തിൽപ്പെട്ടവനല്ല, അവൻ തന്നെയാണ് തീപിടുത്തങ്ങൾക്ക് പിന്നിലെ പ്രതി. മൈക്കിളിന്റെ വിവരങ്ങളും എമിലിയും ബഡ്ഡിയും ശേഖരിച്ച തെളിവുകളും ഉപയോഗിച്ച് പോലീസ് പ്രതിയെ കണ്ടെത്തി. ആശുപത്രിയിൽ അവന്റെ വസ്ത്രങ്ങളിൽ രാസവസ്തുവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കുറ്റം തെളിയിക്കപ്പെട്ടു. ബഡ്ഡി തന്റെ ഉടമസ്ഥനെ രക്ഷിച്ചതിനപ്പുറം പട്ടണത്തെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് കാത്തു. പട്ടണം ബഡ്ഡിയെ ഒരു ഹീറോ ആയി ആദരിച്ചു. മേയർ ഒരു വലിയ ചടങ്ങിൽ ബഡ്ഡിക്ക് ധൈര്യത്തിന്റെ മെഡൽ നൽകി. ആളുകൾ അവരുടെ സ്വന്തം വളർത്തുമൃഗങ്ങളുമായി ബഡ്ഡിയെ ആഘോഷിക്കാൻ എത്തി. മൈക്കിൾ വീണ്ടെടുപ്പിന്റെ പാതയിൽ ബഡ്ഡിയെ തന്റെ രക്ഷകനായി വിശേഷിപ്പിച്ചു. എമിലി ബഡ്ഡിയുടെ കഥയുടെ ഒരു ഭാഗമായതിൽ അഭിമാനിച്ചു. ബഡ്ഡിയുടെ കഥ പട്ടണത്തിനപ്പുറം ലോകമെമ്പാടും പരന്നു. അവൻ വിശ്വസ്തതയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി. ഒരു നായ തന്റെ ഉടമസ്ഥനോടുള്ള സ്നേഹത്താൽ ഒരു പട്ടണത്തിന്റെ ഹൃദയം കീഴടക്കി. ഹീറോകൾക്ക് ചിലപ്പോൾ 4 കാലുകളും ഒരു വലിയ ഹൃദയവും മാത്രം മതിയെന്ന് തെളിയിച്ചു.